നമസ്കാരം, എല്ലാവർക്കും മല്ലിസുള്ള ഇതിലേക്ക് സ്വാഗതം. മുൻപിക്കുക. പിന്നെ അതിന് ശേഷം എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനൊരു ട്രിപ്പ് മോഡിലാണ്. ഞാൻ ആദ്യമായിട്ട് ഊട്ടിക്ക് പോവാണ്. അതുമാത്രമല്ല, പ്രാവശ്യത്തെ ട്രിപ്പിനൊരു പ്രത്യേകത ഉണ്ട്. അതപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാട്ടാ. ബാക്കിയൊക്കെ വീഡിയോ. ഓക്കെ, പിന്നെ ആരൊക്കെയാണെന്നറിയോ? സണ്ണു ഫാമിലി, പിന്നീട് ഫാമിലി, അച്ഛൻ ഫാമിലി. അങ്ങനെ അച്ഛരെ എഴുതാൻ പിറന്നാളാണ് നാളെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു ചെറിയൊരു യാത്ര നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോക്ക് പോകാം. Ali, Papi, Ashiji, Neta, ഈ കാറില് ഞങ്ങളാണ്. മറ്റേ കാറില് അച്ഛയും അമ്മയും വലിയ സണുമാണ് കേട്ടാ. ഓക്കെ, 2 കാറിലാണ് നമ്മൾ പോണത്. ചേച്ചി അനിയനും കാറിലൊക്കെ പോയിട്ട് അടിച്ചു വിളിച്ചു പോകല്ലേ. ഞാൻ എൻ്റെ അച്ഛയുടെ കൂടെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അച്ഛയാണല്ലോ. ഞങ്ങൾ അല്ലെങ്കിലും നല്ല മോള് ഞാനാണ്. അല്ലെങ്കിൽ അച്ഛനോട് ചോദിച്ചു അച്ഛൻ്റെ പ്രിയപ്പെട്ട മോൾ. അതേപോലെ നമ്മൾ അച്ഛൻ്റെ മനസ്സ് പോലെ ഞങ്ങൾ അവളെന്തെങ്കിലും പറഞ്ഞോട്ടെ, അവളുടെ സന്തോഷം അതാണ്. എന്താ കഴിച്ചേ? ഞങ്ങള് മസാല ദോശ, ഞാൻ നെയ്റോസ്റ്റ് കഴിച്ചു. നമ്മൾ ഊട്ടിയിലേക്കുള്ള യാത്ര തുടരാണ്. ബാക്കി വീഡിയോയിലാണ്. എന്നാ എനിക്ക്
നമ്മള് സിനിമയില് മാത്രം കണ്ടിട്ടുള്ള കിഴക്ക സിനിമയില് കുറെ കണ്ടിട്ടുണ്ട്. അതിൽ ഞങ്ങൾ കയറിയിട്ട് ഞങ്ങൾ യാത്ര പോട്ടെ. എന്റെ അടുത്ത് ആ ഫ്രണ്ടിലത്തെ സീറ്റില് ആരും വന്നില്ല. അപ്പൊ ആശിച്ചിനെ അവിടെ സമാധാനമായിട്ട് ഇരുന്ന് ആശിച്ചിരിക്കാനോ. ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ യാത്ര ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്ത് കൂനൂരിന്ന് ഊട്ടിക്ക്, പിന്നെ ഊട്ടിന്ന് കൂനൂരിക്കാണ്. നല്ലൊരു എക്സ്പീരിയൻസ്, അടിപൊളിയായിട്ട് നല്ല രസമുണ്ട്. സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ആ ട്രെയിനിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാൻ സാധിച്ചു. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇനി ഞങ്ങൾ ഊട്ടിന്ന് കൂനൂരിക്ക് പോവാട്ടോ. നമ്മളങ്ങനെ ട്രെയിൻ യാത്രയും കഴിഞ്ഞു. സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ഇപ്പൊ നമ്മള് ഊട്ടിയിലെത്തി, കൂനൂരിന്ന് ഊട്ടിയിലേക്ക് എത്തിയിട്ടാണ്. എന്നിട്ട് എന്താ പറയാ, ഇവിടെ ഒരു കോട്ടേജ് ആണ്, വെസ്റ്റ് ബെറി ഇൻ, അങ്ങനെ ഒരു വീടായിട്ടാണ് നിങ്ങൾ എത്തേക്കണം. അപ്പൊ വീട്ടിലേക്ക് പോവാം, വാ. വുഡാണ്, എന്താ വലിയ റൂം.
പണ്ടത്തെ ബ്രിട്ടീഷ് കാലത്തെ റൂമാണ്. അടിയിലൊക്കെ ഫുൾ വുഡാണ്. ബംഗ്ലാവ് എന്നാണ് പറയുന്നത്. മുടി പോച്ചിട്ടുണ്ട് ഗൈസ്. നൈസാണ് ഗൈസ്. ടോയ്ലറ്റ് ഒക്കെ നല്ല ക്ലീൻ ആണ്. വൈബാണ്. ഉള്ളിലേക്ക് നല്ല ക്ലീൻ ആണ്. സെറ്റാണ്. ഇവിടെ നല്ല കിടിലങ്ക ഇതുണ്ട്. 16 14 അച്ചാച്ചൻ റൂമിലെ അമ്മ സെറ്റ് ഒടിഞ്ഞിക്കാണ്. അച്ചാച്ച പുതപ്പുതക്കി അച്ചാച്ച പുതപ്പുവച്ചിരിക്കാൻ പോണ്. അച്ഛേരിയും എന്റെയും ഫസ്റ്റ് അല്ലേ ഊട്ടി ടൂറാണ്. വലിയ സാധനവും ആശിച്ചയ്ക്ക് വന്നിട്ടുണ്ട്. അച്ഛക്ക് വന്നിട്ടുണ്ട്. ഉണ്ണിയാട്ടിന് വന്നിട്ടുണ്ട്. പാവം ഭദ്ര വന്നിട്ടില്ല കേട്ടാ. അപ്പൊ എങ്ങനെ ഊട്ടിയിലെത്തിയിട്ട് നല്ലോണമില്ലേ? ഇല്ല കുഴപ്പമില്ല. നല്ല ക്ലൈമറ്റാ. നല്ല ക്ലൈമറ്റാ. ട്രെയിൻ യാത്ര അടിപൊളിയായിരുന്നു അല്ലേ? കിട്ടില്ലായിരുന്നു. കൊറേ സ്ഥലങ്ങൾ കണ്ടു. ഓരോ സ്റ്റേഷനും കണ്ടു. എല്ലാം കണ്ടു. സന്തോഷായി. മക്കളായിട്ട് വന്നതാണ്. അതെ. മോള് കിട്ടാ 70 വയസ്സാകുമ്പോ നാട്ടിലേക്ക് നല്ല നിലക്കേറ്റ് സെറ്ററാണാ എന്റെ ഇല്ലേ എല്ലാരും കൂടെ മക്കളായിട്ട് ഒത്തുചേരാണ്. നമ്പർനാള് വീട്ടിലാണ് ആഘോഷിച്ചത്. എല്ലാരും വിളിച്ചിട്ടൊക്കെ ഗംഭീരമായിട്ട് ആഘോഷിച്ചു. അപ്പൊ ഇപ്രാവശ്യം അച്ഛക്ക് ഭയങ്കര ആഗ്രഹമാണ് ഊട്ടിക്ക് വരാൻ വേണ്ടിട്ട്. അല്ലിച്ചിക്കും ഞാനിപ്പോ 4ാമത്തെ പ്രാവശ്യം ഊട്ടിക്ക് വരാം അങ്ങനെ. പക്ഷെ ഇവരുടെ ഒരു ആഗ്രഹമല്ല. അപ്പൊ നമ്മളും കൂടി സൂപ്പറാക്കണം. അപ്പൊ പിന്നെ നാളെ ഇത്ര പ്രാവശ്യം ഞാൻ വന്നിട്ടായാലും ഞാൻ ട്രെയിൻ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈം. അത് ശരിക്കും ഞാൻ ട്രെയിൻ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പോലെയായി. ഇത് ഡൈനിങ് ഏരിയയാണ്. നല്ലൊരു കിട്ടില്ല. അതെ നമ്മള് മാത്രം ഇങ്ങോട്ടെ കഴിച്ച സ്ഥലത്ത് കിട്ടിയില്ലാണ്. മഞ്ഞൊക്കെ ചെയ്യാറ് അന്തുവിന്റെ പരിചയത്തിലുള്ള ഒരാളായ കാരണം നമുക്ക് നല്ല ലാഭത്തിൽ നമുക്ക് ഈ ഒരു ഇൻ കിട്ടി. സൂപ്പറായി. അടിപൊളി. പിന്നെ ഇവിടെ കിച്ചൺ ഉണ്ട്. കിച്ചണിലേക്ക് ഗ്ലാസുകളൊക്കെ എടുക്കാം ഫുഡ് കഴിക്കാനൊക്കെ. ഇതിപ്പോ പുറത്ത് കാർത്തിരിയും കാളിയുടെയും പിന്നെ നമ്മുടെ അനന്തുവിന്റെ റൂമാണ്. അത് പുറത്താണ്. നല്ല ഭംഗിണ്ടല്ലേ? നല്ല ഭംഗിണ്ടല്ലേ? ഊട്ടി പട്ടണം ഫുൾ കാണാം. നമ്മുടെ സെപ്പറേറ്റ് റൂമാണ് പുറത്തുള്ളത്. കാൽത്തേരിക്കുള്ളിൽ തന്നെ റൂം. സിമ്പിൾ റൂം. കളി എന്ന് പറയാനുള്ളത് കെടുക്കുക. ഉള്ളിന്റെ പൊടി നമുക്ക് ഫുഡ് കഴിക്കാം. എന്തൊക്കെയാണ് ഫുഡ് സനോ? ഷവർമ്മ ഷവായി അല്ലേ?
ഗുഡ് നൈറ്റ് പറഞ്ഞോ? ആൾക്കാരെ മനസ്സിലാവില്ല. 10 ഡിഗ്രിയാണ് കേട്ടാ. എങ്ങനുണ്ട് തണുവ്? 10 ഡിഗ്രിയാണെന്ന് എന്ത് പറഞ്ഞിട്ടില്ലേ? തണുണ്ടല്ലേ? ഒന്നും കൊണ്ടുവന്നിട്ടില്ല, കോട്ട കാര്യങ്ങളും കൊണ്ടുവന്നിട്ടില്ല. ഞങ്ങൾ കുളുമണാലിയൊക്കെ പോയ കാരണം കൊണ്ട് അവിടുത്തെ ടെമ്പറേച്ചറൊക്കെ സഹിച്ച കാരണം കൊണ്ട് ഇതൊന്നും ഒന്നുമില്ലാന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് ഭയങ്കര തണുവ് അതുകൊണ്ട് പിന്നെ ഒരു കോട്ട കൊണ്ടുവന്നില്ല. അതാണ് പുറപ്പിന്റെ ഇടയിൽ നിന്ന് കിടക്കുന്നത്. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.